ഹലോ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു വളകാപ്പ് ഫംഗ്ഷന് പോവാണ്. മറ്റാരുടെയല്ല, എൻ്റെ സ്വന്തം അനിയത്തീൻ്റെ വളകാപ്പ് ഫംഗ്ഷനാണ്. അപ്പോൾ കന്യാകുമാരി അവളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്നൊരു 2 മണിക്കൂറുണ്ട് കേട്ടോ കന്യാകുമാരിയിൽ എത്താനായിട്ട്. അപ്പോൾ ഞങ്ങൾ റിലേറ്റീവ്സും നൈബേഴ്സൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് തിരിക്കാനായിട്ട് പോവാണ്. ജോക്കുട്ടൻ്റെ കസിൻസൊക്കെ ബാക്കിൽ നിന്നിട്ട് ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. കാരണം അവൻ കുറേ നാളിന് ശേഷമാണ് അവൻ്റെ കസിൻസിനെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് ഇതിനെ പിടിച്ച് ഈ പിള്ളേരെല്ലാവരെയും പിടിച്ച് ഞങ്ങൾ സീറ്റിലിരുത്തുക കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കസിൻ്റെ മോളാണ് നിയ ബേബി എൻ്റെ കമ്മലൊക്കെ പിടിച്ച് പറിക്കാണ്ടിരിക്കുക കേട്ടോ. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ചേച്ചിയെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോളാണ് രഞ്ജു ചേച്ചി. അപ്പോൾ എൻ്റെ ഡ്രസ്സ് എൻ്റെ അനിയത്തി ചിന്നിയുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് അമ്മയുടെ ചേച്ചിയാണ് കേട്ടോ. ഇതാണ് എൻ്റെ അമ്മയുടെ ചേച്ചി കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയുടെ സാരി തന്നെ ഞങ്ങൾ ധാവണിയായിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ എൻ്റെ അമ്മയുടെ ചേച്ചീനെ കൊണ്ട്. അങ്ങനെ ഞങ്ങളൊരു തമിഴ്നാട് സ്റ്റൈലിൽ വളകാപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു ലുക്കിലാണ് കേട്ടോ. ഞാനിങ്ങനെ ഫുൾ പൂവൊക്കെ വെച്ചിട്ട് തമിഴ്നാട് സ്റ്റൈൽ ധാവണിയൊക്കെ കൊടുത്തിട്ടാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളങ്ങനെ കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കന്യാകുമാരി 2 മണിക്കൂറുണ്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് എത്താനായിട്ട്. ആ 2 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ കന്യാകുമാരിയിൽ നീതിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 7-ാം മാസം ആയതുകൊണ്ട് തന്നെ 7 തട്ടത്തിൽ നമ്മൾ 7 തരം സാധനങ്ങൾ വെക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തിൽ വളകളൊക്കെ വെക്കണം. ബാക്കി തട്ടത്തിലൊക്കെ ഫ്രൂട്ട്സും സ്വീറ്റ്സൊക്കെ ആയിട്ട് കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെയാണ് അവിടുത്തെ ഒരു ചടങ്ങെന്ന് പറയുന്നത്. വളകളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അടുത്തുള്ള ഒരു കടയിലായിരുന്നു വളകളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അമ്മയുടെ കയ്യിലാണ് ഈ പലഹാരം ഉള്ളത് കേട്ടോ. അപ്പോൾ പലഹാരം എന്ന് പറയുന്നത് ആദ്യം ഉണ്ടാക്കുന്ന പലഹാരം മാറ്റി വെക്കണം. ആ പലഹാരമാണ് അമ്മയുടെ കയ്യിലിരിക്കുന്നത്. അതാണ് ആ ഒരു പലഹാരമാണ് ഗർഭിണിയായിട്ടുള്ള ആൾക്ക് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടാണ് കൊണ്ടുപോയി കൊടുക്കേണ്ടത് കേട്ടോ.
അപ്പോൾ ഫംഗ്ഷന് വളയിടണം, മഞ്ഞൾ തേക്കണം, അങ്ങനത്തെ ഒരു ചടങ്ങാണുള്ളത്. പിന്നെ പൂവ് നമ്മൾ ബ്ലെസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലെസ് ചെയ്യുമ്പോൾ നമ്മൾ വളയിടുമ്പോഴൊക്കെ നമുക്ക് തിരിച്ച് അവർ വള നമുക്ക് തിരിച്ച് തരും കേട്ടോ. 2 വള നമുക്ക് വേറെ 2 വള നമുക്ക് തരും, പൂവ് തരും. അങ്ങനെയാണ് അവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ബ്ലെസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കും തിരിച്ച് വള കിട്ടും കേട്ടോ. അപ്പോൾ ആ വള നമ്മൾ കയ്യിലിട്ടേക്കണം. അപ്പോൾ ബ്ലെസ് ചെയ്ത എല്ലാവർക്കും വളകളും പൂക്കളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ ഈ 7 തരം പലഹാരങ്ങളിൽ നിന്നും ഓരോന്നായിട്ട് നീതുവിനും അബിക്കും ഇങ്ങനെ കൊടുക്കണം കേട്ടോ. അതാണ് ഞങ്ങളുടെ ഭാഗത്തുള്ള ഒരു ചടങ്ങെന്ന് പറയുന്നത്. അപ്പോൾ അതാണിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വളക്കാപ്പ് ഫംഗ്ഷൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നീതുവിന് എല്ലാവരുടെയും ബ്ലെസ്സിങ് ഉണ്ടാവണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.